ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ എൻ്റെ കാറൊക്കെ എടുത്ത് നേരെ മ്യൂസിയമിലേക്ക് പോവാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, മ്യൂസിയത്തിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസ് ഒക്കെ ഭയങ്കര റയറാ. റയർ മാത്രമല്ല, ഭയങ്കര എക്സ്പെൻസീവ് കൂടിയാ. ഇവിടെ ഇപ്പോൾ ഞാൻ ഏതായാലും മ്യൂസിയമിലേക്ക് വന്നേക്കാണ്. ഇവിടെ പിന്നെ മ്യൂസിയമിൽ ഒരാൾ പോലും ഇല്ല കേട്ടാ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇവിടെ പിന്നെ കണ്ടില്ലേ, ഗോൾഡ് കൊണ്ട് എന്തൊരു സംഭവം പണ്ടുണ്ട്. ഇത് എന്തൊരു ഗോൾഡൻ റിങ്ങാ. ഇതൊക്കെ പിന്നെ പഴയ കാലത്തെ ഐറ്റംസാ, ഈ ഗോൾഡൻ റിങ്ങൊക്കെ. ഇതൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടില്ല, കാരണം ഇതൊക്കെ ഭയങ്കര റയറാ. ഇതൊക്കെ കണ്ടില്ലേ, ഗോൾഡ് കൊണ്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ പണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കണതേ, ഈ കാണുന്ന ഐറ്റംസൊക്കെ അടിച്ചു മാറ്റിയാലോ എന്നാ. ഇതൊക്കെ അടിച്ചു മാറ്റുക എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി റിസ്ക് ആണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഇതൊക്കെ വിറ്റാലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. നമുക്ക് കോടികളാ കിട്ടുക. 1 കോടി 2 കോടി ഒന്നുമില്ല, ഒരു 500 കോടിയെങ്കിലും കിട്ടും. അത് ഉറപ്പാ. 500 കോടിക്കുള്ള മുതൽ ഈ മ്യൂസിയത്തിലുണ്ട്. എനിക്കിപ്പോൾ ഏതായാലും ഈ ഐറ്റംസ് ഒക്കെ അടിച്ചു മാറ്റണം. അത് പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യണില്ല. ഇപ്പോൾ അടിച്ചു മാറ്റാൻ നിന്നാൽ ശരിയാവില്ല. പകൽ സമയത്ത് പിന്നെ നടക്കില്ല. പകൽ സമയത്ത് ആരെങ്കിലുമൊക്കെ കാണും, എന്നെ തിരിച്ചറിയും. അതുകൊണ്ട് നമുക്ക് രാത്രി പോയിട്ട് അടിച്ചു മാറ്റാം. അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഒന്നുമില്ല. പിസ്റ്റല് പോയിട്ട് ഒരു കത്തി പോലും എൻ്റെ കയ്യിലില്ല. നമുക്കപ്പോൾ ആദ്യം പോയിട്ടേ വെപ്പൺസ് ഒക്കെ മേടിക്കണം. നമ്മുടെ സിറ്റിയിൽ പക്ഷേ വെപ്പൺസ് ഒന്നും മേടിക്കാൻ കിട്ടില്ല. ഈ വെപ്പൺ സ്റ്റോർ എന്ന സംഭവം ഇല്ല. ഇവിടെ പിന്നെ വെപ്പൺസ് ഒക്കെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലീഗലാ. നമുക്കപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വെപ്പൺസ് സെറ്റാക്കണം. ഇവിടെ നമ്മുടെ സിറ്റിയിൽ മേടിക്കാൻ കിട്ടില്ല. നമ്മുടെ സിറ്റിയിൽ പിന്നെ ഇഷ്ടം പോലെ കടകളുണ്ട്. ഇവിടെ തുണിക്കടയുണ്ട്, ഹോട്ടലുണ്ട്, അങ്ങനത്തെ കുറേ കടകളുണ്ട്. അല്ലാണ്ട് ഈ വെപ്പൺസ് മേടിക്കാനായിട്ട് കടകളൊന്നുമില്ല. പക്ഷേ ഒരു വഴിയുണ്ട്, നമുക്ക് വെപ്പൺസ് ഒക്കെ സെറ്റാക്കാൻ പറ്റും. ഇവിടെ നമ്മുടെ സിറ്റിയിലെ എനിക്ക് അറിയണ ഒരാളുണ്ട്. അയാൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെപ്പൺസ് കിട്ടും. അയാൾ പക്ഷേ കുറേ പൈസ മേടിക്കും. പൈസ ഒന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് വെപ്പൺസ് കിട്ടിയാൽ മതി. ഓക്കെ, ഈ ഭാഗത്താണ് അയാളുടെ വീടുള്ളത്. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വീടുകൾ ഉണ്ട്. അതിൽ ഏതൊരു നീല കളർ പെയിന്റ് അടിച്ച വീടാണ് അയാളുടെ. ഒരു മിനിറ്റ്, ഇവിടെ ഒരു വീടുണ്ട്. ഇതൊരു നീല കളർ പെയിന്റ് അടിച്ച വീടാ. അപ്പൊ പിന്നെ ഇതായിരിക്കും വീട്. നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. Meanwhile, ഓക്കെ ഗൈസ്, ഇത് തന്നെയായിരുന്നു അയാളുടെ വീട്. അയാൾ പിന്നെ എനിക്ക് വെപ്പൺസ് ഒക്കെ തന്നുട്ടാ. ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ വെപ്പൺസ് ഉണ്ട്. പിസ്റ്റൽ ഉണ്ട്, SMG ഉണ്ട്, ഷോട്ട് ഗൺ ഉണ്ട്, സ്നൈപ്പർ ഉണ്ട്, എല്ലാ വെപ്പൺസും ഉണ്ട്. ശരിക്ക് ഇത്ര അധികം വെപ്പൺസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, കിടന്നോട്ടെ. ഇവിടെ ഇങ്ങനെ വെപ്പൺസ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രാത്രിയാണോ വരെ വെയിറ്റ് ചെയ്യാം. രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ മ്യൂസിയത്തിൽ കയറാം. എന്നിട്ട് അവിടെയുള്ള എല്ലാ ഗോൾഡും അടിച്ചു മാറ്റാം. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എൻ്റെ വീട് പിന്നെ ഇവിടെ അടുത്താണ് കേട്ടോ, മ്യൂസിയത്തിൻ്റെ അടുത്താ. എന്നെ ഇപ്പോൾ ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല എന്ന് വിചാരിക്കണു. നമുക്ക് പിന്നെ ഒരു മാസ്ക് ഒക്കെ എടുത്തിടാം. മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എന്നെ ആരും തിരിച്ചറിയില്ല. എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ മ്യൂസിയമില്ലേ, അത് റോബറി ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. 6 hours later. ഓക്കെ ഗേസ്, ഇവിടെ അങ്ങനെ രാത്രി അയക്കാണ് കേട്ടോ. ഞാൻ പിന്നെ ഇത്രയും നേരം ഇരുന്ന് TV കാണായിരുന്നു. നമുക്കപ്പോൾ ഈ TV അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നേരെ മ്യൂസിയമിൽ പോവാം. നമുക്ക് ഇന്ന് തന്നെ പോയിട്ട് ആ മ്യൂസിയം റോബറി ചെയ്യണം. ഞാൻ പിന്നെ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. മാസ്ക് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, ഞാൻ അവിടെ തലയിടിച്ച് വീണേ. ഭാഗ്യം, ഒന്നും പറ്റിയില്ല. നമുക്ക് പിന്നെ സ്വന്തം വണ്ടി എടുക്കണ്ട കേട്ടാ. സ്വന്തം വണ്ടി എടുത്താലേ ആരെങ്കിലുമൊക്കെ തിരിച്ചറിയും. നമുക്കപ്പോൾ വേറെ വല്ലവരുടെ വണ്ടി അടിച്ചു മാറ്റാം, അതായിരിക്കും നല്ലത്. ഇവിടെ പിന്നെ ഒരു കാറുണ്ട് കേട്ടാ. നമുക്ക് തൽക്കാലം ഈ കാറങ്ങ് അടിച്ചു മാറ്റാം. ഇറങ്ങണ വണ്ടിന്ന്. ഇനി മുതൽ ഈ കാറ് എൻ്റെ സ്വന്തമാണ്.
ഇത് പിന്നെ ഒരു ഔഡിയുടെ കാറാണ് കേട്ടാ. ഒരു ഔഡിയുടെ കാറാ. ആ എന്നാലും കുഴപ്പമില്ല, നമുക്ക് തൽക്കാലം ഈ കാറ് മതി. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, മ്യൂസിയം എൻ്റെ വീടിൻ്റെ അടുത്താ. നമ്മളങ്ങനെ മ്യൂസിയത്തിൽ എത്തിയേക്കാണ്. ഇവിടെ ഇപ്പം മ്യൂസിയത്തിൽ എനിക്ക് ആരെയും കാണാനില്ല, ആരും ഉണ്ടാവില്ല. പക്ഷേ ആ മ്യൂസിയത്തിലെ CCTV ക്യാമറ ഉണ്ടാവും. അത് ഇച്ചിരി സീനാണ്. നമ്മൾ പിന്നെ മാസ്ക് ഇട്ടില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, എന്നെപ്പോൾ ആരും കണ്ടുപിടിക്കില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള എല്ലാ ഐറ്റംസും അടിച്ചു മാറ്റാം. ഒരു മിനിറ്റ്, ആരോ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടല്ലോ. അയ്യോ, ഇവിടെ നാട്ടുകാർ അറിഞ്ഞ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ടല്ലോ. നൈസായിട്ട് പണി പാളിട്ടാ. ഇവിടെ ഇപ്പോൾ നാട്ടുകാർ കണ്ടു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെയുള്ള എല്ലാ ഐറ്റംസും അടിച്ചു മാറ്റാം, എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. ഇവിടെ ഇനി മിക്കവാറും പോലീസ് വരും. A few moments later. ഓക്കെ ഗേസ്, ഇവിടെ ഞാൻ എല്ലാ ഐറ്റംസും അടിച്ചു മാറ്റിയേക്കാണ് കേട്ടാ. ഈ മ്യൂസിയം മൊത്തം കായലേക്ക്. ഇതെന്തത്, പോലീസാ? നമുക്ക് ഇവന്മാരിങ്ങ് തീർത്തളയാം. ഇവിടെ പിന്നെ പോലീസുകാരൊക്കെ അറിഞ്ഞൂട്ടാ. നമുക്കപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ഇവിടെ മുമ്പിലും പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇവന്മാർ എന്നെ വെടിയേക്കുന്നുണ്ട്. അയ്യോ, നമുക്ക് വേഗം ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ ഞാൻ ചാവും. ഞാൻ പിന്നെ ഒരു ആർമർ പോലും ഇട്ടിട്ടില്ല. എങ്ങോട്ടേക്കാ പോവാ? നമുക്കിവിടെ 3 സ്റ്റാറാ വാണ്ടഡ് ലെവൽ കിട്ടിയേ. അതെ, എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ആ റേസ് ട്രാക്കിൻ്റെ അവിടേക്ക് പോവാം. ഇവിടെ നമ്മുടെ സിറ്റിയിലെ ഒരു റേസ് ട്രാക്ക് ഉണ്ട്. നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് പോവാം. അവിടെ ചിലപ്പോൾ പോലീസുകാർ അധികം വരില്ല എന്ന് വിചാരിക്കണു. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ റേസ് ട്രാക്കിൽ എത്തിയേക്കാണ്. ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് കയറണതേ ഒരാളും അറിഞ്ഞിട്ടില്ല കേട്ടാ. ഒരാളും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കണു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, കുറച്ചേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. 20 minutes later. ഓക്കെ ഗേസ്, നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയേക്കാണ് കേട്ടാ. ഇനി പോലീസുകാർ നമ്മുടെ പിന്നാലെ വരില്ല. ഞാൻ പിന്നെ പോരാത്തന്നെ വണ്ടി മാറ്റി. ഇനിയിപ്പോൾ ആർക്കും എന്നെ മനസ്സിലാവില്ല. നമുക്കപ്പോൾ ഈ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോവാം. എൻ്റെ കയ്യിലേ കോടികളുടെ മുതല ഇരിക്കണേ. ഒരു 500 കോടിയെങ്കിലും കിട്ടും, അതുറപ്പാ. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഈ കാർ പിന്നെ നമുക്ക് കത്തിച്ചളയാം, ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പക്ഷെ സാധനം കിട്ടിയിട്ടാ. ഇനി നമുക്ക് ഇതൊക്കെ വിൽക്കണം, എന്നാലേ നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ നമുക്ക് വിൽക്കാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് കണ്ട ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.